മലയാള സീരിയൽ സിനിമ നടിമാരുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ആരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നമുക്ക് നോക്കാം. ഇത് മറ്റുള്ള വീഡിയോസിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ട് നമ്മളെ ചെറു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതെൻ്റെ കണ്ടുപിടുത്തമല്ല. 50,000 തൊട്ട് 1,00,000 വരെയാണ് സ്വാസിക വിജയ് വാങ്ങുന്നത്. സ്വാസിക സീരിയലിലും സിനിമയിലും ഉള്ള ഒരു നടിയാണ്. ബിരിയാണി എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് വാങ്ങിയത് 70,000 രൂപയാണ്. കനികുസൃതി പറയുന്നുണ്ട്, ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ വെറും 3,000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ആ സിനിമ ചെയ്തതെന്ന്. അത് കാരണം അങ്ങനെയുള്ള ഒരുപാട് സീനുകൾ, അതായത് ഒരുപാട് സെക്സ് സീനുകളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ കാരണം ആ പൈസ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് കനികുസൃതി പറഞ്ഞത്. 50,000 തൊട്ട് 1,00,000 വരെയാണ് രചന നാരായണൻകുട്ടി വാങ്ങുന്ന പ്രതിഫലം. രചന നാരായണൻകുട്ടി സിനിമയിലും അതുപോലെ സീരിയലിലൊക്കെ ഉള്ള ഒരു താരമാണ്. അനുശ്രീ 10,00,000 തൊട്ട് 20,00,000 വരെയാണ് അനുശ്രീ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത്. അനുശ്രീ സീരിയലിലുള്ള നടിയല്ല, എന്നാൽ TV പ്രോഗ്രാമിലൂടെ വന്നതാണ്. അടുത്തതായി വീണ നായർ 40,000 തൊട്ട് 1,00,000 വരെയാണ് വീണ നായർ വാങ്ങുന്നത്. സീരിയലിലും സിനിമയിലും ഒക്കെ ഉള്ളൊരു താരമാണ് വീണ നായർ. കോമഡിയൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ബിഗ് ബോസ് താരവും സിനിമാ താരവും ഒക്കെ ആയ അൻസിബ വാങ്ങുന്നത് 50,000 തൊട്ട് 2,00,000 വരെയാണ്. ദൃശ്യം എന്ന സിനിമയാണ് അൻസിബ വാസനെ കൂടുതൽ ശ്രദ്ധയാക്കിയത്. ആ ഒരു സിനിമയുടെ 2ാം ഭാഗത്തിലൊക്കെ അൻസിബയുണ്ട്. ദൃശ്യം ഉണ്ടെങ്കിൽ അൻസിബ ഉണ്ടാവും ഉറപ്പായിട്ടും. 20,00,000 തൊട്ട് 40,00,000 വരെയാണ് അൻസിത്താര വാങ്ങുന്നത്. അൻസിത്താര നായികയായിട്ടൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവിൽ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ബാലതാരമായി വന്ന സുന്ദരിക്കുട്ടിയാണ് അനശ്വര രാജൻ. 20,00,000 തൊട്ട് 70,00,000 വരെയാണ് അനശ്വര രാജൻ വാങ്ങുന്നത്. മമിത വൈജു പെട്ടെന്നാണ് സ്റ്റാർ ആയത്. 20,00,000 തൊട്ട് 50,00,000 വരെയാണ് മമിത വൈജു ഇപ്പോൾ വാങ്ങുന്നത്. അത് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്, കാരണം ഒരു പടമൊക്കെ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട്. 50,00,000 തൊട്ട് 1 കോടി വരെയാണ് അനുപമ പരമേശ്വരൻ വാങ്ങുന്നത്. അനുപമ ഈ അടുത്ത കാലത്ത് ഒരു ചുംബന സീനൊക്കെ ഉള്ള ഒരു പടം ചെയ്തിരുന്നില്ലെങ്കിൽ ആ പടത്തിന് വാങ്ങിയത് 1 കോടി രൂപയാണ്. കൂടുതൽ ചുംബന രംഗങ്ങളൊക്കെ ഉണ്ട്. ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ഇത് പറഞ്ഞ് കേട്ട ഉള്ള അറിവാണ് കേട്ടോ. ചുംബന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. മഞ്ജു വാര്യർ സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത് 70,00,000 തൊട്ട് 1 കോടി രൂപ വരെയാണ് വാങ്ങുന്നത്. ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. അടുത്തതായി ശോഭന വാങ്ങുന്നത് 50,00,000 തൊട്ട് 70,00,000 വരെയാണ്. ഇതിനും ശോഭനയ്ക്ക് കൊടുക്കാൻ ആളുകൾ തയ്യാറാവും. കാരണം ശോഭനയുടെ ഒക്കെ പടം എന്ന് പറഞ്ഞാൽ ബിസിനസ് നന്നായിട്ട് നടക്കും. കാരണം ശോഭനയൊക്കെ തിരിച്ചു വരിക എന്ന് പറഞ്ഞൊരു ഇത് ചെയ്യുമ്പോൾ തന്നെ അത് കാണാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടാകും. ശോഭനയുടെ പുതിയ സിനിമ വരുന്നുണ്ട് മോഹൻലാലിനോടൊപ്പം.